ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ. ഏവിയേഷൻ ഫീൽഡിൽ ഗ്രൂമിങ്ങിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് അറിയാൻ പറ്റും. പിന്നെ ഗ്രൂമിങ് എന്ന് പറയുന്നത് ഈസ് നോട്ട് ഓൺലി ജസ്റ്റ് യുവർ ഫേഷ്യൽ മേക്കപ്പ്. പലർക്കും ആ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരുപാട് മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല. ഈ ഗ്രൂമിങ് എന്ന് പറയുന്നതിൽ നിങ്ങളുടെ കംപ്ലീറ്റ് എൻ്റയർ ലുക്ക്, അതായത് നിങ്ങളുടെ ഹെയർ, ഫേസ്, ഔട്ട്ഫിറ്റ്, ആക്സസറീസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ഡൗൺ ചെയ്യാം. ആൻഡ് ഞാൻ അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ ഞാൻ സ്പെഷ്യലൈസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോഡക്റ്റ് ആണ്. അതായത് എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലര് മെസ്സേജ് അയക്കാറുണ്ട്, ലൈക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാനോ വാങ്ങാനോ പറ്റുന്നില്ല. അപ്പോൾ ഇന്റർവ്യൂസിനൊക്കെ വരുമ്പോൾ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ഇന്റർവ്യൂസിന്, എങ്ങനെ വേണം ഗ്രൂം ചെയ്യാൻ, അതായത് മേക്കപ്പ് എങ്ങനെ വേണം ഇടാൻ എന്നൊന്നും അറിയത്തില്ല. അപ്പൊ അതൊക്കെ പറഞ്ഞുതരോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചവർക്കായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ഭയങ്കര അഫോർഡബിൾ ആയിട്ട്, ഇതിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അത്രയും അഫോർഡബിൾ ആൻഡ് നല്ലതായിട്ട് ഇതിൽ പല പ്രോഡക്ട്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഗൂഗിളും യൂട്യൂബും എല്ലാം റിവ്യൂസ് എല്ലാം നോക്കി ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച കുറച്ച് പ്രോഡക്ട്സ് ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്കൊരു ഗ്രൂമിങ്, അതായത് നിങ്ങൾക്കൊരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും മേക്കപ്പിൽ ഏറ്റവും ബേസിക് ആയിട്ട് ആവശ്യമുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. പിന്നെ ഇതിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്നതെല്ലാം നിങ്ങൾ തന്നെ നോക്കിയെടുക്കേണ്ടി വരും. ഓരോ ആൾക്കാർക്കും പല സ്കിൻ ടൈപ്പ് ആയിരിക്കും. അപ്പൊ എല്ലാം തന്നെ എല്ലാവർക്കും ചേരണമെന്നില്ല. സോ ഇവൻ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്നതിന് തൊട്ട് മുൻപോ അല്ലെങ്കിൽ തലേ ദിവസമോ മേക്കപ്പ് ഒന്നും ചെയ്യരുത്. 2 വീക്സ് പ്രയർ ആയിട്ടെങ്കിലും ഈ ഒരു മേക്കപ്പ് പ്രോഡക്ട്സ് എല്ലാം യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്നൊക്കെ നോക്കണം. അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്നിന് പല ടൈപ്പ് ഓഫ് ഇഷ്യൂസും വരാനായിട്ട് സാധ്യതയുണ്ട്. സോ നമ്മുടെ മേക്കപ്പിൽ ബേസിക് ആയിട്ടും വേണ്ട ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്റ്റെപ്പും തന്നെ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എപ്പോഴും ഒരു മോയ്സ്ചറൈസർ എന്തായാലും യൂസ് ചെയ്യുക. പിന്നെ ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകാനായിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ന് തന്നെ എല്ലാം കൂടി വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. ഓരോ മാസമായിട്ടോ അല്ലെങ്കിൽ പയ്യെ പയ്യെ നിങ്ങൾ ഓരോ ഇന്റർവ്യൂസിന് തയ്യാറാവുന്ന അനുസരിച്ചിട്ട് ഓരോ പ്രോഡക്ട്സ് ആയിട്ട് വാങ്ങാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. എല്ലാ പൈസയും കൂടി ഒരുമിച്ച് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല. സോ മോയ്സ്ചറൈസറിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ്. ആൻഡ് കോമൺലി എല്ലാവർക്കും അറിയാവുന്ന ഒരു മോയ്സ്ചറൈസർ ആയിരിക്കും. പോൺസിന്റെ ആണ്. സൂപ്പർ ലൈറ്റ് ജെൽ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ ആണ്. ഇതിന്റെ 5.9 ഗ്രാംസിന്റെ പാക്ക് ഓഫ് 1 വരുന്നത് വെറും 52 rupees ആണ്. അതുപോലെ ഇതിന്റെ 50 ml 100 rupees ഒക്കെയാണ് വരുന്നത്. സോ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 52 rupees, അതായത് 52 രൂപ, ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇതിലും കുറവ് എനിക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരു ഷിപ്പിംഗ് ചാർജ് കൂടി ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കും. അടുത്തുള്ള കടയിലൊക്കെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കോമൺലി എല്ലാവിടെ ഉണ്ടാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പം അത് അടുത്തുള്ള കടയിലൊക്കെ പോയി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഷിപ്പിംഗ് ചാർജും നമുക്ക് ഒഴിവാക്കി കിട്ടും. പിന്നെ മേക്കപ്പിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. പോൺസിന്റെ തന്നെ ഒരു സൺസ്ക്രീൻ ആണ്. ഇതിലും വില കുറവിന്റെ എനിക്ക് കണ്ടുപിടിക്കാനായിട്ടും പിന്നെ കുറച്ചൊരു ട്രസ്റ്റ് ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിലയുടെ പറയുന്നത് കേട്ടോ. ഇത് അറൗണ്ട് ഒരു 50 ഗ്രാമിന്റെ 194 rupees ആണ് വരുന്നത്. അപ്പോൾ സൺസ്ക്രീൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേറെ എവിടെന്നെങ്കിലും കിട്ടാന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ജസ്റ്റ് എന്നോട് ചോദിച്ചത് കൊണ്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയ കുറച്ച് പ്രോഡക്ട്സ് ആണ് പരിചയപ്പെടുന്നത്. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്സ് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ആണ്. അത് രണ്ടും ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കൺസീലർ ആദ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഇട്ടതിന് ശേഷം കൺസീലർ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ കൺസീലർ അപ്ലൈ ചെയ്തിട്ട് ഫൗണ്ടേഷൻ ഇടാം. ഞാൻ എപ്പോഴും കൺസീലർ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഫൗണ്ടേഷൻ ഇടാട്ടോ. അപ്പൊ അതിന്റെ കൂടെ അങ്ങ് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. സോ ഇവിടെ കൺസീലർ ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസൈറ്റിന്റെ ആണ്. തന്നെ പല റേറ്റിൽ വരുന്നുണ്ട്. അതായത് ഷെയ്ഡ് മാറുന്ന അനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പൊ ഒരു 140, 130 ആ ഒരു റേഞ്ചിലൊക്കെ 126ന്റെ വരുന്നുണ്ട്. പക്ഷെ അതൊരു കറക്റ്റർ ആണ്, ഗ്രീൻ കളർ.
സോ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് ഡാർക്ക് സ്പോട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാക്സിമം ഹൈഡ് ചെയ്യാനായിട്ടൊരു കളർ കറക്റ്റർ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അതൊന്നും ബേസിക് ആയിട്ട് നിങ്ങൾ ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ തുടങ്ങുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഫൗണ്ടേഷൻ ആണ്. സോ ഈ ഒരു ഫൗണ്ടേഷൻ ഞാൻ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഫിറ്റ്മിയുടെ. ആക്ച്വലി ഇത് ഞാനൊക്കെ വാങ്ങുമ്പോൾ ഇച്ചിരി നല്ല വില ഉണ്ടായിരുന്നു. ഇപ്പൊ വില കുറഞ്ഞു. ഇപ്പൊ ഇത് 167 ആണ് ഏറ്റവും കുറഞ്ഞതെന്ന് തോന്നുന്നു. അതും പല പല ഷെയ്ഡിലുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ വൺസ് ഈ ഒരു എമൗണ്ട് മുടക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതൊക്കെ ഒത്തിരി വാലിഡിറ്റി ഒത്തിരി ഉള്ളത് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ഒത്തിരി യൂസ് ചെയ്യാനും സാധിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതൊക്കെ തന്നെയാണ്. ഹെവി മേക്കപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് പുറമെ ഞാൻ അങ്ങനെ വേറെ പ്രോഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. പ്രൈമറും കാര്യങ്ങളൊന്നും ഞാൻ എന്റെ ഫേസിൽ അപ്ലൈ ഒന്നും ചെയ്യാറില്ല. പിന്നെ ബ്ലഷ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസൈറ്റിന്റെ തന്നെ ഒരു ക്രീമി ആയിട്ടുള്ളൊരു ബ്ലഷ് ആണ്. ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നി. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. 80 റുപ്പീസേ വരുന്നുള്ളൂ. 3.5 ഗ്രാംസ് ആണ്. ഈ 3.5 ഗ്രാംസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. കാര്യം നമ്മൾ ഒത്തിരി ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ വാലിഡിറ്റിയും കൂടി നോക്കിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളുടെ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഐഷാഡോ വേണം. ഐഷാഡോ പാലറ്റ് എനിക്ക് ഒത്തിരി വില കുറഞ്ഞത് അങ്ങനെ നോക്കിയിട്ട് ഒരു കൺവിൻസിങ് ആയിട്ട് തോന്നിയില്ല. അപ്പൊ ഞാൻ അതിന് എടുത്തിരിക്കുന്നത് സ്വിസ് ബ്യൂട്ടിയുടെ 9 പിഗ്മെന്റഡ് കളർ ഐഷാഡോ ആണ്. ഇതിനകത്ത് അത്യാവശ്യം മാറ്റ് ആയിട്ടുള്ളതും ഗ്ലിറ്ററി ആയിട്ടുള്ളതും വരുന്ന എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഒരു ഓറഞ്ച് ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ബ്രൗൺ ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഏത് ഷെയ്ഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സിൽ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. 247 ആണ് ഞാൻ ഈ സെലക്ട് ചെയ്തിരിക്കുന്നതിന്. അതിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഒക്കെ അവൈലബിൾ ആണ്. പ്രൈസും ഡിഫറെന്റ് ആയിട്ട് തന്നെയുണ്ട്. നെക്സ്റ്റ് നമ്മുടെ മേക്കപ്പിലെ ആൻഡ് ലിപ്സ്റ്റിക് എനിക്ക് തോന്നുന്നു എല്ലാവരുടെ അടുത്തും ഉണ്ടാവുന്നു. പക്ഷെ യൂസ് ചെയ്യാത്തവരും സ്റ്റിൽ നൗ ഉണ്ട്. അപ്പം ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഹെൽത്തിനൊക്കെ നല്ലതാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഡെയിലി യൂസ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് പക്ഷെ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും യൂസ് ചെയ്യാതെ പറ്റത്തില്ല. സോ ലിപ്സ്റ്റിക് ഞാൻ മൈഗ്ലാമിന്റെ ആണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോ ഇതിനകത്ത് പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഡിഫറെന്റ് റേറ്റിൽ അറൌണ്ട് ഒരു 150, 130, 40 ഒക്കെ റേഞ്ചിൽ വരുന്നതാണ്. പക്ഷെ ഇത് നിങ്ങൾക്ക് വെറും ഷിപ്പിംഗ് ചാർജ്, അതായത് മൈഗ്ലാമിന്റെ ഈ ഒരു ലിപ്സ്റ്റിക് ഒരു സർവേ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ₹1 ആ ഒരു വണ്ണിന്റെ കൂടെ 99 റുപ്പീസ് എന്തോ ഒരു ഷിപ്പിംഗ് ചാർജിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും രൂപ, വെറും 99 രൂപയ്ക്കോ 100 രൂപയ്ക്കോ നിങ്ങൾക്ക് ഈ ഒരു ലിപ്സ്റ്റിക് വാങ്ങാൻ കഴിയും. അതെങ്ങനെയാണെന്നുള്ള ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി പണ്ട് എന്നോ എന്റെ വീഡിയോക്കകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലും ഞാൻ ചെയ്യുന്ന മേക്കപ്പിലും ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടും വേണ്ട പ്രോഡക്ട്സ്. ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒരു ഐലൈനർ ആൻഡ് മസ്കാര. ഐലൈനർ കോമൺലി എല്ലാവരുടെ അടുത്ത് ഉണ്ടാവായിരിക്കും. മസ്കാര ഇന്റർവ്യൂവിന് പോകുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. ഇനിയിപ്പോ നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഐലൈനർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഇങ്ങനെ കൺപീലിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. സോ അതാണ് ബേസിക്കലി എനിക്ക് എൻ്റെ ഒരു ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ. പിന്നെ അതുപോലെ ഇതിന്റെ എങ്ങനെയാണ് ഇനി ഇന്റർവ്യൂവിന് പോകുമ്പോൾ റെഡി ആവേണ്ടത് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒട്ടും വൈകാതെ തന്നെ എൻ്റെ ചാനലിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഏവിയേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ ഇന്റർവ്യൂസിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ബൈ.